മായാമയൂരം. രചന, അവതരണം ഋതു. രാവിലെ എണീറ്റതും മായയ്ക്ക് ഭയങ്കര തലവേദന തോന്നി. കണ്ണു തുറക്കാൻ തന്നെ പ്രയാസം. മുഖമാകെ നീര് വെച്ചതുപോലെ ചുവന്നു തുടുത്തിരിക്കുന്നു. അവൾ തളർച്ചയോടെ കട്ടിലേക്ക് തന്നെ വീണു. മായെ, ചിത്ര ടെൻഷനായി. എനിക്ക് വയ്യടി, നല്ല തലവേദന, ഞാനിന്നില്ല, നിങ്ങൾ പോയിക്കോ. മായ കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. എന്നാൽ ഞങ്ങളും പോണില്ല. അച്ചു എഴുന്നേറ്റ് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അത് വേണ്ടടി, ഇന്ന് സെമിനാർ പ്രസൻറ്റേഷൻ ഉള്ളതല്ലേ, നിങ്ങൾ ചെല്ല്. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം. നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഓക്കെ ആവും. മായ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ചിത്ര എന്ത് വേണമെന്നറിയാതെ അച്ചുവിനെ നോക്കി. അവൾ പോകാമെന്ന പോലെ തലയാട്ടി. ഓക്കെ, ഞങ്ങൾ പോയിട്ട് 2 മണിയാകുമ്പോൾ വരാം. അതുവരെ നീ റെസ്റ്റ് എടുക്ക്. വരുമ്പോൾ ഈ കോലത്ത് നിന്നെ കണ്ട ചുരുട്ടിക്കൂട്ടി പൊട്ടക്കണക്കിലെറിയും ഞാൻ, കേട്ടല്ലോ. ചിത്ര അവളുടെ 2 കവിളും ചെറുതായി വലിച്ചുകൊണ്ട് പറഞ്ഞു. മായ ക്ഷീണത്തോടെയാണെങ്കിലും ചിരിച്ചു. പിന്നെ ഒട്ടും താമസിക്കാതെ അച്ചുവും ചിത്രയും റെഡിയാവാനായി പോയി. ഡ്രസ്സ് മാറ്റി ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ മായ ഒന്ന് നോക്കി. അവൾ കണ്ണു തുറന്ന് എന്തോ ആലോചനയിലാണ്. ഞങ്ങൾ പോട്ടേടി, സീമേച്ചിയോട് ഫുഡ് കൊണ്ടുവരാൻ പറയാം. അച്ചു അവളുടെ തലയിൽ തലോടി. സീമേച്ചി ഫുഡ് കൊണ്ടുവരുമ്പോഴും അവൾ ഫ്രഷ് ആയിരുന്നില്ല. ആഹാ, ഇപ്പോഴും കിടക്കുവാണോ? എഴുന്നേറ്റ് പോയി കുളിച്ചേച്ചും വാ, എന്നിട്ടിത് കഴിക്ക്. അവർ അടച്ചു വെച്ച പാത്രം മേശപ്പുറത്ത് വെച്ച് മായ എതിർക്കാതെ എഴുന്നേറ്റു. ഞാൻ ജോലിക്ക് പോകുവാണ്, വാതിൽ കുറ്റിയിട്ടേക്ക്. താഴെ വേറെ ആരും ഇല്ലല്ലോ, ഇത് മുഴുവൻ കഴിക്കണേ. സീമേച്ചി അതും പറഞ്ഞ് തിരക്കിൽ പുറത്തേക്ക് പോയി. തലവേദനയും ക്ഷീണവും കാരണം ഒന്ന് കുളിക്കാമെന്ന് വെച്ചു. അവൾ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കടന്നു. അച്ചുവും ചിത്രയും ക്യാമ്പസിലേക്കുള്ള യാത്രയിൽ അധികം ഒന്നും സംസാരിച്ചില്ല. 2 പേരും മായയെക്കുറിച്ച് തന്നെ ഓർക്കുകയായിരുന്നു. അവളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയും കിട്ടിയില്ല. അവളെ ഓക്കെ ആകുമായിരിക്കും അല്ലേ? പാവം ഒരുപാട് പേടിച്ചു പോയി. ചിത്ര അച്ചുവിൻ്റെ കൈപിടിച്ച് വിഷമത്തോട് ചോദിച്ചു. ശരിയാകും, നമ്മളായിട്ട് അവളോട് ഇനി ഒന്നും ചോദിക്കണ്ട. അച്ചു എങ്ങോട്ടോ നോക്കി പറഞ്ഞു. ഡി. പെട്ടെന്ന് ചിത്ര അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ? ചിത്ര ആരെയോ നോക്കുകയായിരുന്നു. ഇത് അയാളല്ലേ, ആൽബി? അച്ചുവും അവനെ കണ്ടിരുന്നു. ക്യാമ്പസിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ തൻ്റെ കാറിൽ ചാരി അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ. കൂടെ മായയെ കാണാത്തതിനാൽ അവൻ്റെ കണ്ണുകൾ കുറുകി. വൈറ്റ് കളർ ജുബയും മുണ്ടും തന്നെയാണ് വേഷം. കഴുത്തിലെ സ്വർണ്ണമാല തിളക്കത്തോടെ പുറത്ത് കാണാം. പരസ്പരം കണ്ടു എന്ന് 2 പേർക്കും മനസ്സിലായി. എടി, എന്ത് ചെയ്യണം? അയാൾ നമ്മളെ കാത്തു നിൽക്കുന്നതാണോ? ചിത്ര പരിഭ്രമത്തോടെ ചോദിച്ചു. അവളുടെ മനസ്സിലേക്ക് ഇന്നലെ കണ്ട ഫോട്ടോയും വികൃതമാക്കപ്പെട്ട അവൻ്റെ മുഖവും കടന്നു വന്നു. നമ്മളെ കാത്തല്ല നിൽക്കുന്നത്, കാണേണ്ട ആളിപ്പോൾ കൂടെയില്ല. അച്ചു പതിയെ പറഞ്ഞു. വാ, എന്തായാലും പോയി നോക്കാം. റോഡ് ക്രോസ് ചെയ്ത് ആൽബിൻ്റെ അടുത്തെത്തി. അവർ അടുത്ത് വരുന്നത് കണ്ടതും മാടിക്കുത്തിയ മുണ്ട് നേരെയാക്കി. എന്താ ചേട്ടാ ഇവിടെ? അത് ഞാൻ അന്നമ്മയെ സ്കൂളിൽ വിടാൻ വന്നതാ, അവൻ പറഞ്ഞു. ഓ, ഇപ്പോൾ ആരെയെങ്കിലും കാത്തു നിൽക്കുവാണോ? അല്ല, നിങ്ങളെ കണ്ടപ്പോൾ. എന്താ മായ ഒന്നും വന്നില്ലേ? അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ക്ഷീണം ശരിക്കും മാറിയിട്ടില്ല. ചേട്ടാ, ടൈമായി, ഞങ്ങൾ പോട്ടെ. ക്യാമ്പസിനകത്ത് കയറുന്ന ചിലർ അവരെ ശ്രദ്ധിക്കുന്നത് കണ്ടതും ചിത്ര പെട്ടെന്ന് പറഞ്ഞു. അവനൊന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അവർ പോകുന്നത് നോക്കി നിന്നു. പിന്നെ വേഗത്തിൽ ഡോർ തുറന്ന് കാർ സ്റ്റാർട്ടാക്കി. മായ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. തലയിൽ കെട്ടിവെച്ച ടർക്കി അഴിച്ച് ഇടതൂർന്ന് സമൃദ്ധമായ മുടി തുവർത്തി കുളിപ്പിന്നൽ കെട്ടി. മുടിത്തുമ്പിൽ നിന്ന് അപ്പോഴും വെള്ളം തുള്ളിയായി താഴേക്ക് ഒലിച്ചിറങ്ങി. കണ്ണാടിയിലേക്ക് നോക്കി. മുഖത്തിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും കണ്ണിലെ ചുവപ്പ് രാശി പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ടീഷർട്ടും സ്കേർട്ടുമാണ് വേഷം. ഇളം റോസ് നിറമാണ് അവൾക്ക്. കരഞ്ഞു തുടങ്ങിയാൽ മുഖമാകെ ചുവന്നു തുടുക്കും. താടിത്തുമ്പിൻ്റെ ഓരത്തായി ചെറിയൊരു മറുകുണ്ട്. അത് അവളുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടി. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിച്ചത്. ഒന്ന് ഞെട്ടിയെങ്കിലും അവരിത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ എന്ന സംശയത്തിൽ അവൾ കതക് തുറന്നു. വാതിലിനോട് ചേർന്ന് ചുവരിൽ വലം കൈ കുത്തി വെച്ച് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ബ്രൗൺ കണ്ണുകളെ കണ്ടപ്പോൾ ശ്വാസം നിലച്ചുപോയി. ഒരു വിറയിൽ ശരീരത്തിലാകെ പടർന്നു. അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കുളിച്ചിറങ്ങതേയുള്ളൂ എന്ന് നനഞ്ഞൊട്ടിയ മുടിയിഴകൾ കണ്ടാൽ വ്യക്തം. ആ വേഷത്തിൽ അവൾ കൂടുതൽ ചെറുതായതുപോലെ. തന്നെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ആൽബിന് ചിരി പൊട്ടിയെങ്കിലും അവനത് മറച്ചു വെച്ചു. എന്താ? അവൾ ഇടർച്ചയോടെ ചോദിച്ചു. എന്ത്? അവൻ തിരിച്ചു ചോദിച്ചു. എന്താ ഇവിടെ?
അവൾക്ക് പേടിയായി തുടങ്ങിയിരുന്നു. ഇന്നലെ കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നായി മനസ്സിലേക്ക് കടന്നു വന്നു. ആരെങ്കിലും തന്നെ നിരീക്ഷിക്കുന്നുണ്ടാകുമോ എന്ന ഭയം അവളെ തളർത്തി. എൻ്റെ റൂമിലേക്ക് അനുവാദമില്ലാതെ വന്നതല്ലേ, ഞാനും അങ്ങനെ കയറട്ടെ എന്നും പറഞ്ഞ് പകുതി ചാരിയ ഡോർ തുറന്ന് അവൻ അകത്തേക്ക് കടന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അമ്പരന്ന് അവൾ ചുമരിൽ ചാരി നിന്നു. ആ മുറിയാകെ ആൽബി കണ്ണോടിച്ചു. ഒടുവിൽ ഭയന്ന് നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി. നന്നായി വിറയ്ക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നത്? അവൻ നെറ്റി തുളിച്ചു ചോദിച്ചു. മറുപടി ഒന്നും ഉണ്ടായില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ മായ ശ്വാസം ആഞ്ഞു വലിച്ചു. ശക്തമായി തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലെ അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. അവൻ അവൾക്ക് അരികിലേക്ക് പതിയെ നടന്നു. മായ ഉമിനീർ ഇറക്കി നിന്നു. ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാതിരുന്നത്? അവൻ തൻ്റെ 2 കൈകൊണ്ടും അവളെ ലോക്ക് ചെയ്തുകൊണ്ട് പതിയെ ചോദിച്ചു. അവൾ സംശയത്തോടെ ആ കണ്ണുകളിലേക്ക് നോക്കി. പറ, എന്താ അറ്റൻഡ് ചെയ്യാതിരുന്നേ? അവൻ അവളോട് കൂടുതൽ എടുത്തു. ഞാൻ കണ്ടില്ല, അവൾ വിറയലോടെ പറഞ്ഞു. ഇനി ഞാൻ വിളിച്ചാൽ എടുക്കാതിരിക്കുമോ? അവൻ്റെ ശബ്ദം വളരെ നേർത്തു വന്നു. അവൾക്ക് ഇറങ്ങി ഓടണമെന്നുണ്ടായിരുന്നെങ്കിലും മരവിച്ച പോലെ തറഞ്ഞു നിൽക്കുകയാണ്. മറുപടി ഒന്നും കിട്ടാത്തതിൽ അവന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന വാസന അവനിലെ ആകെ പടരാൻ തുടങ്ങി. ആ ഹൃദയമിടിപ്പ് പോലും സംഗീതം പോലെ കേട്ടു. എന്നെ പേടിയാണോ? താഴെ നോക്കി നിൽക്കുന്ന അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോഴാണ് ചുകുന്ന തുടുത്ത ചുണ്ടിന് താഴെയായി കറുത്ത മുറുക് കണ്ടത്. അവൻ വിരൽ കൊണ്ട് അവിടെ പതിയെ തഴുകി. ഞെട്ടിപ്പോയ മായ തൻ്റെ 2 കൈകളും കൊണ്ട് അവന് പിറകിലേക്ക് തള്ളി മാറ്റി. അപ്രതീക്ഷിതമായി പിറകിലേക്ക് ഒന്ന് ആഞ്ഞെങ്കിലും ആൽബി പെട്ടെന്ന് തന്നെ അവളുടെ വയറിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് വലിച്ചെടുപ്പിച്ചു. അമർന്നു ചേർന്ന മാറിടം വിങ്ങി അവൾക്ക് വേദനിച്ചു. തരിപ്പ് ശരീരമാകെ പടർന്നു. മായയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. മുഖമാകെ രക്തച്ചുവപ്പാർന്നു. കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ അവൻ തുടച്ചു കൊടുത്തു. എന്തിനാ ഇത്ര പേടി? ഈ വിറയൽ അവളെ കൂടുതൽ മുറുക്കിക്കൊണ്ട് ചോദിച്ചു. ബലിഷ്ഠമായ കൈകളിൽ കിടന്ന് പിടയാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അടങ്ങി നിൽക്കടി. അവൻ്റെ ശബ്ദം ഒന്ന് ഉയർന്നു. മീശത്തുമ്പ് കടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പിടച്ചിൽ നിശ്ചലമായി. ഇന്നലെ അന്നമ്മ ഒത്തിരി വിളിച്ചു. നീ ഫോൺ എടുക്കാതിൽ അവൾക്ക് വലിയ വിഷമായി. ഇന്ന് ഞാനും വിളിച്ചു, കുറേ തവണ. എനിക്ക് അങ്ങുണ്ടല്ലോ, വിളിച്ചാൽ എടുക്കാനല്ലെങ്കിൽ നിനക്ക് എന്തിനാ ആ ഫോൺ? ആ ചോദ്യങ്ങളൊന്നും അവളുടെ തലയിൽ കയറിയില്ല. അവനെ തള്ളി മാറ്റണം എന്നുണ്ട്. ഞാൻ നിന്റെ ചുറ്റിലുമുണ്ടെന്ന ചോര ചോപ്പാർന്ന വരികൾ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. പേടി കൊണ്ട് കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ചുണ്ടുകൾ വിറച്ചു. ഇവിടുന്ന് പോ, എത്രയും പെട്ടെന്ന് പോ. യാചനയോടെ അവനെ നോക്കി അവൾ കൈകൂപ്പി. ആ പ്രവൃത്തിയിൽ അവൻ വല്ലാതായി. താൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണോ? അനുവാദമില്ലാതെ തൊട്ടത് കൊണ്ടാണോ? കണ്ണുകളിലെ ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആൽബി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഞാൻ പോയിക്കോളാം, കൊച്ചു കരയണ്ട. അവളിലുള്ള പിടുത്തം അയച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എങ്കിലും അകന്നു മാറാനായില്ല. അവളുടെ ഏങ്ങലടികൾ ആ മുറിയിൽ ഉയർന്നുകൊണ്ടിരുന്നു. അവളുടെ നനത്തു ഉയർത്തു വന്ന വയറിൽ അവൻ്റെ കൈകൾ പിൻവലിച്ചു. അതേസമയം 2 കൈകൊണ്ടും ആ തുടുത്ത കുഞ്ഞു മുഖം വാരിയെടുത്തു. ഇങ്ങനെ കരയല്ലേ പ്ലീസ്, എനിക്ക് കാണാൻ വയ്യ. നെഞ്ചാകെ വേദനിക്കുന്നു പെണ്ണെ. ഇടറിപ്പോയ വാക്കുകൾ അവളുടെ നെഞ്ചിലും തുളഞ്ഞു കയറി. അകന്നു മാറാൻ കഴിയാതെ അവർ പരസ്പരം നോക്കി. ഒഴുകി പടരുന്ന കണ്ണുനീർ ആൽബി തുടച്ചു കൊടുത്തു. അവൻ്റെ കണ്ണുകളും ചുവന്നു തുടങ്ങിയിരുന്നു. നീർത്തിളക്കം പടർന്നിരുന്നു. പെട്ടെന്ന് അവൻ മായയുടെ വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. മൃദുവായ ആ ചുംബനത്തിൽ അവൾ ഉലഞ്ഞുപോയി. താൻ എവിടെയാണെന്നോ എന്താണെന്നോ എന്ന കാര്യം ഒരു നിമിഷം മറന്നു. കണ്ണുകളടച്ച് ചുടുചുമരത്തിൻ്റെ നനവ് ഏറ്റുവാങ്ങി. ബ്രൗൺ നിറമുള്ള കണ്ണുകൾ ആ മുഖമാകെ ഒഴുകി നടന്നു. അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിൽ കൂടി അവൻ്റെ ചുണ്ടുകളുടെ നനവ് അവൾ അറിഞ്ഞു. തളർച്ചയോടെ ചേർന്ന് നിൽക്കാനേ അവൾക്കായുള്ളൂ. എതിർക്കണമെന്നുണ്ട്, ഇറങ്ങിപ്പോകാൻ പറയണമെന്നുണ്ട്. കഴിയുന്നില്ല. തുടുത്തു നിൽക്കുന്ന 2 കവിളുകളിലും ചുണ്ടുകൾ ചേർത്തപ്പോൾ അവൻ്റെ താടി രോമങ്ങൾ അവിടെ ആകെ നോവോടെ തറച്ചു നിന്നു. ശരീരത്തിലൂടെ കൊള്ളിയാൻ പാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ചുവന്നു വിതുമ്പി നിൽക്കുന്ന ചുണ്ടുകൾ കാണെ അവന് കൊതി തോന്നി. കടിച്ചെടുത്ത് സ്വന്തമാക്കാൻ മനസ്സ് വെമ്പി. വേണ്ട പ്ലീസ്. കണ്ണു തുറക്കാതെ ഇടർച്ചയോടെ അവൾ തടഞ്ഞു. ആൽബിമായി 2 കൈകളും കൊണ്ട് മുറുക്കി പിടിച്ചു. നീ എന്നെ എന്താ പെണ്ണെ ചെയ്തത്? കണ്ണടച്ച് ചെറുചിരിയോടെ അവൻ ചോദിച്ചു. റോണ അലക്സിനെ ഭയത്തോടെ നോക്കി. അവൻ മുഖമുയർത്തിയതേയില്ല. ശ്രദ്ധ മുഴുവൻ ഡ്രൈവിങ്ങിലായിരുന്നു. നീ ചെയ്ത തെറ്റ് എന്താണെന്നറിയോ റോണ? റോഡിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അലക്സ് ചോദിച്ചു. തന്ന പണി ശ്രദ്ധയോടെ ചെയ്തില്ല. അലക്സി, ഞാൻ? അവൻ ദയനീയമായി നോക്കി. പറയേണ്ടതും ചെയ്യേണ്ടതൊന്നും ഞാനല്ലല്ലോ റോണ. സാറിനെ നീ ആദ്യമായി കാണുന്നതുമല്ല.
ഏറ്റവും വിലയേറിയത് സൂക്ഷിക്കാനാണ് നിന്നെ ഏൽപ്പിച്ചത്. നീ അതിൽ അശ്രദ്ധ വരുത്തി. അതിനുള്ള ശിക്ഷ നിനക്കറിയാം. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തീരുമാനമൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ മാത്രം അലക്സ് തൻ്റെ അടുത്തിരുന്ന് വിയർക്കുന്നവനെ ഒന്ന് നോക്കി. അയാൾക്ക് അവനോട് ദയ തോന്നി. കൂറ്റൻ ബംഗ്ലാവിന് മുന്നിൽ ജിപ്സി നിർത്തിയപ്പോൾ ചുറ്റുമുള്ള ഗാർഡ്സിൻ്റെയൊക്കെ നോട്ടം റോണയിലായിരുന്നു. ഇനിയൊരു കണ്ടുമുട്ടൽ തമ്മിലില്ല എന്നൊരു ഉറപ്പ് അവർക്കൊക്കെ തോന്നി. അലക്സ് അവനെയും കൊണ്ട് മുകളിലേക്ക് കയറുമ്പോൾ പലതവണ ആ കാലുകൾ ഇടറിപ്പോകുന്നുണ്ടായിരുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലിന് മുന്നിൽ അവർ നിന്നു. ഒന്ന് സംശയിച്ചതിന് ശേഷം അലക്സ് ഡോറിൽ ചെറുതായി തട്ടി വിളിച്ചു. സാർ. ഒരു നിമിഷത്തെ താമസത്തിനു ശേഷം വാതിൽ തുറന്നു വന്നു. റോണ പൂർണ്ണമായും തളർന്നു പോയിരുന്നു. ഒരു താങ്ങിനെന്നോണം അവൻ അലക്സിനെ നോക്കി. അയാൾ മുന്നിൽ നിൽക്കുന്നവൻ്റെ ആജ്ഞ കേൾക്കാനായി കാത്തു നിൽക്കുകയായിരുന്നു. മുന്നിൽ നിൽക്കുന്നവൻ്റെ പൂച്ചക്കണ്ണുകൾ നേരിടാനാവാതെ റോണ തല താഴ്ത്തി. ഷോൾഡർ വരെ നീണ്ടു നിന്ന ആ മുടിയിഴകൾ പാറി നടന്നു. വികസിച്ചു വന്ന മാംസപേശികൾ പിടച്ചുകൊണ്ടിരുന്നു. വാ. മുന്നോട്ട് നടക്കുന്ന യജമാനൻ്റെ പിറകെ അനുസരണയുള്ള നായ്ക്കളെ പോലെ അവർ നടന്നു. മറ്റൊരു മുറി അവർക്ക് മുന്നിൽ തുറന്നു വന്നു. അകത്തെ കാഴ്ചകൾ റോണയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അരണ്ട ചുവന്ന വെളിച്ചത്തിൽ ചില ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. ചുവരിൽ തറപ്പിച്ചു വെച്ച അസംഖ്യം റൈഫിളുകൾ, പലതരത്തിലും വലുപ്പത്തിലുള്ള വാളുകൾ, കത്തികൾ, ചാട്ടവാറുകൾ, ചങ്ങലകൾ. റൂഫിൽ നിന്ന് ഞാണ് കിടക്കുന്ന പല വലിപ്പത്തിലുമുള്ള ഇരുമ്പിൻ്റെ ഹാങ്ങറുകൾ. നടുക്കായി ഉറപ്പിച്ച മേശയിൽ 4 ഭാഗത്തുമായി ചങ്ങലക്കൊളുത്തുകൾ. ചോരക്കറ വിട്ടുമാറാത്ത പ്രതലം. പഴകിയ രക്തത്തിൻ്റെ മനം മടുപ്പിക്കുന്ന രൂക്ഷഗന്ധം അവിടമാകെ നിറഞ്ഞു നിന്നു. റോണയ്ക്ക് ഓക്കാനിക്കാൻ വന്നു. അവൻ വാപൊത്തി. അലക്സ് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലാതെ അവിടെ നിന്നു. മുന്നിൽ നിൽക്കുന്നവൻ ഇട്ടിരിക്കുന്ന സ്ലീവ്ലെസ് ബനിയൻ ഊരി മാറ്റി. 2 തോളുകളും പുറകോട്ട് ചലിപ്പിച്ച് കഴുത്തിൻ്റെ ഞെട്ട പൊട്ടിച്ചു. ആ ശബ്ദം പോലും റോണയെ ഞെട്ടിച്ചു കളഞ്ഞു. സോ ടെൽ മി റോണ. ഒരു മുരൾച്ച അവിടെ ആകെ നിറഞ്ഞു. സർ, ഞാൻ. യെസ്, ഐ ക്യാൻ ഹിയർ യു. അവൻ അവിടെ ആകെ കൈ ഉയർത്തിക്കൊണ്ട് നടന്നു. ഇത്തവണ മാത്രം സർ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഒരിക്കലും ആവർത്തിക്കില്ല. റോണ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ നീണ്ട ഒരു ചങ്ങലക്കൊളുത്തിൽ അവൻ്റെ കഴുത്ത് ബന്ധിക്കപ്പെട്ടിരുന്നു. അവൻ വായുവിൽ ഉയർന്നു. ഒരിറ്റു ശ്വാസത്തിനായി പിടഞ്ഞു. കൈകാലുകൾ വിറച്ചു. ഡു യു നോ ഹൂ ഈസ് ഷീ? അവൾ ആരെന്നറിയോടെ ബാസ്റ്റർ നിനക്ക്? അവൻ ആ ചങ്ങല കൂടുതൽ ശക്തിയായി വലിച്ചു. നിനക്ക് ഞാനൊരു ഡ്യൂട്ടി തന്നു. യു ഷുഡ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അവൻ്റെ കണ്ണുകളിൽ തീ പാറി. അവനൊരു ഭ്രാന്തനെ പോലെ ചങ്ങല വലിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് എങ്ങനെ ആക്സിഡൻറ്റ് പറ്റി? കരഞ്ഞില്ലേ അവൾ? ആ കണ്ണ് നിറഞ്ഞില്ലേ? അതവിടെയുള്ള എല്ലാവരും കണ്ടില്ലേ? ആ ഓർമ്മയിൽ അവൻ മുടിയിഴകൾ പിടിച്ചു വലിച്ചു. ആ ബംഗ്ലാവ് വിറയ്ക്കുമാർ ഉച്ചത്തിൽ അലറി. ഒരു നിമിഷം ചങ്ങലയിലെ കൈ അയഞ്ഞു. റോണ നിലവിളിയോടെ താഴേക്ക് വീണു. നിലത്ത് കിടക്കുന്നവൻ്റെ കഴുത്തിൽ കാലമർത്തിക്കൊണ്ട് കവിളിൽ കുത്തിപ്പിടിച്ചു. കൂർത്ത കട്ടർ കൊണ്ട് റോണയുടെ വലത് കണ്ണ് ചൂഴ്ന്നെടുത്തു. രക്തം തെറിച്ചു. ഒന്ന് കരയാൻ പോലും ആകാതെ റോണ പിടഞ്ഞു. ക്രൂരമായി അവൻ പറഞ്ഞു, അവൾ കരയുന്നത് എനിക്ക് വേണ്ടിയാകണം. ആ കണ്ണീർ, ആ ഭയം, അതൊക്കെ എനിക്ക് സ്വന്തമാണ്. അവളുടെ വിറയ്ക്കുന്ന മുഖം എനിക്ക് മാത്രമാണ്. അത് മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഷീ ഓൺലി ഹാസ് ടു ഫിയർ മീ. അതും പറഞ്ഞ് കാലുകൾ റോണയുടെ കഴുത്തിൽ കൂടുതൽ ശക്തിയായി അമർന്നു. പതിയെ ആ പിടച്ചിൽ അവസാനിച്ചു. അലക്സ്. തീക്ഷ്ണമായ ആ ശബ്ദത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ തലയാട്ടിക്കൊണ്ട് അയാൾ ചലനമറ്റ് കിടക്കുന്ന റോണയെ മുറിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി.